നീരജ. അവളുടെ മുഖം ഓർമ്മ വന്നതും അവൻ കൈമുഷ്ടി ചുരുട്ടി. ദേവുട്ടാ, മോളെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അത്രമാത്രം അവൻ പറഞ്ഞു. അപ്പോൾ മഹിയുടെ മുഖം മങ്ങിയെങ്കിലും അവരിൽ ഒരു പ്രതീക്ഷ നിറഞ്ഞു. അമ്മ, ജഗൻ, എനിക്ക് അവനെ ഉടനെ കോണ്ടാക്ട് ചെയ്യണം. ജഗനിപ്പോൾ അങ്ങനെ വരാറില്ല മോനെ, പക്ഷേ അവന് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. നിന്നെപ്പറ്റി പറഞ്ഞു ഒത്തിരി സങ്കടപ്പെടും. മഹി പറഞ്ഞതും ദേവ് ഒന്നും മിണ്ടിയില്ല. അവനറിയാം ജഗൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ദേവാ, നിനക്കും സൂര്യയുടെ കൂടെ ഇങ്ങ് വരാൻ പാടില്ലായിരുന്നു. എത്ര നാളായി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്. അങ്ങോട്ട് വരാൻ പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ടാണ്. ഞാൻ വരാം അമ്മ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ പറഞ്ഞതും മഹി സന്തോഷത്തോടെ സമ്മതിച്ചു. എങ്കിൽ ഓക്കെ അമ്മ, ഡാഡിയെ ഞാൻ വിളിച്ചോളാം. അവൻ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. കുറച്ച് സമയം അവൻ അവിടെ നിന്നു. പിന്നെ പാറുവിനരികിലേക്ക് നടന്നു. ആൻറ്റി വിളിച്ചിരുന്നു അല്ലേ? ഞാനൊന്ന് ഫ്രഷ് ആകുമായിരുന്നു. അമ്മ നല്ല ഉറക്കത്തിലാണ്. മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ആൾക്ക് നല്ല ക്ഷീണമാണ്. ഇല്ലെങ്കിൽ കോള് വരുമ്പോൾ അമ്മ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്കറിയാം മോളെ. അച്ഛനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന വിവരം എന്തെങ്കിലും ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു? ഇല്ല ആൻറ്റി, വിശ്വപ്പ നാളെ വരുമ്പോൾ സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അതെയോ? മോൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ദേവ് വിളിച്ചിരുന്നു. അവൻ നമ്മുടെ പഴയ ദേവിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ എന്ന് വിളിച്ചപ്പോൾ ജഗനെ അന്വേഷിച്ചു. മഹി പറഞ്ഞതും മറുവശം നീരജയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ മനസ്സ് തുറന്ന് ചിരിച്ചു. ആൻറ്റി, സത്യാണോ? അവളുടെ വാക്കുകൾ ഇടറി. അതേ മോളെ, എനിക്ക് ഉറപ്പുണ്ട്. അധികം വൈകാതെ അവനെല്ലാം ഓർമ്മ വരും. നിന്റെ കാത്തിരിപ്പ് വെറുതെ ആകില്ല. ഞാനിത് മോളോടാ ആദ്യം പറയുന്നത്. ഇനി ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. ശരി മോളെ, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ബാക്കി എല്ലാം നേരിൽ പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മഹി കോള് കട്ട് ചെയ്തു. നീരജയുടെ കണ്ണുകൾ അപ്പോഴും സന്തോഷത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർവതി. അമ്മുവിനൊപ്പം ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് അവളെ ആരോ വിളിച്ചത്. നോക്കുമ്പോൾ സാന്ദ്രയുടെ ഫ്രണ്ട്സാണ്. പാറുവും അമ്മുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവരുടെ അരികിലേക്ക് നടന്നു. ജിഷ്ണു പാർവതിയെ കണ്ണിമ വെട്ടാതെ നോക്കി. പതിവിലും തിളക്കമുള്ള അവളുടെ മിഴികളിൽ അവൻ ഉറ്റുനോക്കി. പെട്ടെന്ന് ദേവിൻ്റെ മുഖം ഓർമ്മ വന്നതും അവൻ മുഖമൊന്ന് വെട്ടിച്ചു. വല്ലാത്ത നഷ്ടബോധം തോന്നുന്നുണ്ടായിരുന്നു അവന്. ദേവിന് മാത്രമാണ് അവളോട് ഇഷ്ടം തോന്നിയിരുന്നുവെങ്കിൽ ഏത് വിധേനയും അവളെ താൻ സ്വന്തമാക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പാർവതിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ ഒരുവൻ മാത്രമാണ്. വെറും ദിവസങ്ങൾ കൊണ്ട് അവൻ അവളെ നേടിയെടുത്തു. എന്താ വിളിച്ചത്? പാറു പതിഞ്ഞ ശബ്ദത്തിൽ അവരോട് തിരക്കി. എടോ, അത് താൻ സാന്ദ്രയുടെ റിലേറ്റീവ് ആണല്ലേ? ദീപു ചോദിച്ചതും പാറു അവനെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല ചേട്ടാ, ഇത് ചോദിക്കാനാണോ വിളിച്ചത്? അമ്മു ചോദിച്ചതും അവർ പരസ്പരം ഒന്ന് നോക്കി. എടോ, അത് ഇന്നലെ മുതൽ സാന്ദ്രയെപ്പറ്റി ഒരറിവുമില്ല. കുറേ വിളിച്ചു നോക്കി, ബട്ട് സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടിയാണ് കിട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവളാകെ ഡെസ്പായിരുന്നു. തനിക്ക് അവളുടെ വീട്ടിലെ ആരുടെയെങ്കിലും നമ്പർ അറിയാമെങ്കിൽ ഒന്ന് തരുമോ? അഞ്ജന അല്പം വിഷമത്തോടെ പറഞ്ഞതും പാറുവിനും ചെറിയ പേടി തോന്നി. എനിക്ക് ചെറിയമ്മയുടെ നമ്പർ അറിയാം, അത് തരാം ഞാൻ. പാറു വേഗം പറഞ്ഞതും അമ്മു അവളെ ഒരു നോട്ടം നോക്കി. ദേ പാറു, നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. അവരെ നിനക്ക് നന്നായി അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം അവൾ നിന്നോട് ചെയ്തതൊക്കെ നീ മറന്നാലും ഞാൻ മറക്കില്ല. ഇതും അവളുടെ പ്ലാൻ ആയിരിക്കും. അവളുടെ ഫ്രണ്ട്സല്ലേ ഇവരും. ആരെയും നീ കണ്ണടച്ച് വിശ്വസിക്കണ്ട. അമ്മു ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരും അവളെ ഒരു വല്ലായ്മയോടെ നോക്കി. സാന്ദ്രയുടെ സിസ്റ്ററാണോ പാർവതി? ജിഷ്ണു വിശ്വാസം വരാത്ത രീതിയിൽ തിരക്കി. ആയിരുന്നു. ഇപ്പോൾ ഇവൾ അവരുടെ ആരുമല്ല. പിന്നെ നിങ്ങൾക്ക് നമ്പർ കിട്ടിയാൽ പോരെ, അത് ഇവൾ തരും. പിന്നെ ഇനി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു വരരുത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ദീപുവിന് ശരിക്കും അമ്മുവിൻ്റെ സംസാരം കേട്ട് ദേഷ്യം വന്നു. ഓ, ഫ്രണ്ടിനെ പറഞ്ഞപ്പോൾ പിടിച്ചില്ലായിരിക്കും. അതുപോലെ തന്നെയാ എനിക്കും. നിങ്ങളുടെ ഫ്രണ്ട് ഇവളോട് ചെയ്തത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. അത് അമ്മൂട്ടാ, വേണ്ട, വഴക്കൊന്നും വേണ്ട. പാറു വേഗം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു പിന്നെ ഒന്നും മിണ്ടിയില്ല. ദാ ഇതാ നമ്പർ, വിളിച്ചു നോക്കൂട്ടോ.
അഞ്ജുവിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുത്തുകൊണ്ട് പാറു അമ്മുവുമായി വേഗം അവിടെ നിന്നും നടന്നു നീങ്ങി. നമ്മുടെ സീനിയേഴ്സിനൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട്, അമ്മു ഗഹനമായ ചിന്തയോടെ പറഞ്ഞതും പാറു എന്തെന്ന രീതിയിൽ നോക്കി. എടാ, ഇവിടെ കോളേജ് ബ്യൂട്ടി ആണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന ഒരു സാധനം ഇല്ലായിരുന്നോ, റിയ? അത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും TC വാങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഡയാന, അതിനൊരു ആക്സിഡൻറ്റ്, ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ദേ സാന്ദ്രയും. അമ്മു പറഞ്ഞപ്പോൾ ഇവിടെ ഇത്രയെല്ലാം നടന്നോ എന്ന രീതിയിൽ പാറു അവളെ നോക്കി. അതൊക്കെ പോട്ടെ, നീ എനിക്കും കൂടിയുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അമ്മു ചോദിച്ചതും പാറു ചിരിയോടെ തലയാട്ടി. ഹായ്, നല്ല കുട്ടി. ശരിക്കും മടുത്തടി അവിടുത്തെ ഫുഡ്. ഇന്നലെ രസമാണെന്ന് പറഞ്ഞ് ഒരു ചുമന്ന കളറിലുള്ള വെള്ളം തന്നു. എൻ്റെ പൊന്നോ, അതിനെ വെറുത്തു പോയി ഞാൻ. തലകുടഞ്ഞുകൊണ്ടുള്ള അവളുടെ സംസാരത്തിൽ പാറു ചിരിച്ചുപോയി. ദിവസങ്ങൾ കടന്നുപോയി. ദേവും പാർവതിയും കോളേജ് ലൈഫും ഫ്ലാറ്റിലെ അവരുടെ ജീവിതവുമായൊക്കെ മുന്നോട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യ തിരികെ വന്നിരുന്നു. ദേവിൻ്റെയും പാർവതിയുടെയും അടുപ്പത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവന് മനസ്സിലായി. പക്ഷേ ദേവിനെ തനിക്ക് നന്നായി അറിയാവുന്നതാണ്. അവർക്കിടയിലേക്ക് ചെല്ലാൻ ഒന്നല്ല 1000 വട്ടം ചിന്തിക്കണം. എന്തായാലും എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട എന്ന തീരുമാനത്തിലെത്തി. ദേവും പാർവതിയും അവരുടെ ജീവിതം ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു. അന്ന് നടന്നതുപോലെ തന്നെ പല രാത്രികളിലും ദേവിൻ്റെ മുൻകാല ഓർമ്മകൾ അവനെ സ്വപ്നമായി അവനിൽ വന്നു ചേർന്നുകൊണ്ടിരുന്നു. എങ്കിലും പാർവതിയെ വിട്ട് കളഞ്ഞുകൊണ്ട് ഒരു ജീവിതം തനിക്കുണ്ടാകില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. ശരിക്കും അവർ അവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. കോളേജിൽ അങ്ങനെ ആർക്കും അവർ ഒരുമിച്ചാണ് താമസമെന്നറിയില്ല. പക്ഷേ ഫ്ലാറ്റിലുള്ള മിക്കവരും അറിഞ്ഞു. ശാന്തി തന്നെ കാരണം. അതിനാൽ തന്നെ പാറുവിനെ കാണുമ്പോൾ മിക്കവർക്കും തോന്നുന്നത് വെറുപ്പാണ്. അവരുടെ കണ്ണിൽ അതൊരു തെറ്റായ ബന്ധമാണ്. ദേവിനെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു മാസം പിന്നിട്ടു. ഇന്നൊരു സൺഡേ ആണ്. ദേവ് തൻ്റെ വർക്കൗട്ട് റൂമിലാണ്. കുറച്ച് ദിവസമായി പാറുവിനാകെ ക്ഷീണമാണ്. കുറച്ച് ദിവസം മുന്നേ അവൾക്കൊരു പനി വന്നിരുന്നു. അതിൻ്റെ ക്ഷീണമാണെന്നാണ് കരുതിയത്. അമ്മു വിളിച്ചപ്പോഴും അവൾ വല്ലാതെയാണ് സംസാരിച്ചത്. പെട്ടെന്നൊരു മരണമുണ്ടായതിനാൽ അമ്മു നാട്ടിൽ പോയിരിക്കുകയാണ്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്, ചിലപ്പോൾ ഉൾപ്പനി ഉണ്ടാകും. എന്തായാലും നീ റെസ്റ്റ് എടുക്ക്, അമ്മു പറഞ്ഞപ്പോൾ പാറു ഒന്ന് മൂളിയതേയുള്ളൂ. ഞാൻ നാളെ വരാനിരുന്നതാടി, പക്ഷേ അച്ഛയ്ക്ക് അത്യാവശ്യമായി എവിടെയോ പോകാനുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അതെയോ? പാറു പതിഞ്ഞ ശബ്ദത്തിൽ തിരക്കി. നാളെ വരുന്നതാടി, ഡേറ്റ് 20 ഇന്നിപ്പോൾ 10 ആയുള്ളൂ, അമ്മു പറഞ്ഞപ്പോൾ പാറു ചിരിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ ചിരി മങ്ങി. കണ്ണുകൾ ടേബിളിലുള്ള കലണ്ടറിൽ പതിഞ്ഞു. എടാ, എൻ്റെ കസിൻ വിളിക്കുന്നുണ്ട്, നിന്നെ ഞാൻ പിന്നെ വിളിക്കാം, നീ റെസ്റ്റ് എടുത്തോ. അതും പറഞ്ഞ് അമ്മു കോള് കട്ട് ചെയ്തു. പക്ഷേ പാറു ഒന്നും അറിഞ്ഞതേയില്ല. അവള് തറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ കൈകൾ വിറയലോടെ തൻ്റെ ഉദരത്തിൽ പതിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർക്കൗട്ട് കഴിഞ്ഞ് പാറുവിൻ്റെ അരികിലേക്ക് നടക്കുമ്പോഴാണ് കാളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നത്. സാധാരണ മിക്ക സൺഡേസിലും അവന്മാർ വരാറുള്ളത് കൊണ്ട് തന്നെ ദേവ് നേരെ ചെന്ന് ഡോർ തുറന്നതും മഹാലക്ഷ്മി അവനെ ഇറുകെ പുണർന്നിരുന്നു. ദേവൂട്ടാ, ഇടറലോടെ അവർ വിളിച്ചതും ദേവ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. തിരികെ അവരെ ഒന്ന് പുണരാൻ പോലും അവൻ്റെ കൈ ഉയർന്നില്ല. ഒരു നിമിഷത്തേക്ക് അവൻ ബ്ലാങ്കായിപ്പോയി. അമ്മ. കുറച്ച് സമയത്തിനു ശേഷം അവരെ പുണർന്നുകൊണ്ട് വിളിച്ചതും അവരവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. മോനെ, എത്ര നാളായി നിന്നെയൊന്ന് കണ്ടിട്ട്. നിന്നെയൊന്ന് കാണാൻ പറ്റാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അമ്മ പ്ലീസ് ഡോണ്ട് ക്രൈ, അവരുടെ കണ്ണുനീർ കണ്ട് ഒരു അസ്വസ്ഥതയോടെ പറഞ്ഞു. ഞാൻ നിനക്കൊരു സർപ്രൈസായാണ് വന്നത്. എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, വൺ ഓഫ് യുവർ ഫേവറേറ്റ് പേഴ്സൺ. അവർ പറഞ്ഞതും അവൻ സംശയത്തോടെ അവരെ നോക്കി. വാ മോളെ, മഹി പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ മുന്നിലേക്ക് വന്നു. നീരജ. അവളെ കണ്ടതും ദേവ് പകപ്പോടെ മുഴിഞ്ഞു.